സാബോനെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ ഹലോ ഗയ്സ്, നമ്മളൊപ്പം വേദിയിലുള്ളത് സാബോ ഓഫ് ദ റെവല്യൂഷണറി ആർമിയാണ്. നമസ്കാരം സാർ. നമസ്കാരം സാർ ഇപ്പോൾ റെവല്യൂഷണറി ആർമിയുടെ ചീഫ് കമാൻഡറാണ്. ഈ റെവല്യൂഷണറി ആർമിയിലേക്ക് സാർ വന്നു ചേരാനുണ്ടായ ഒരു സാഹചര്യം എന്താണെന്ന് പറയാൻ പറ്റും? ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കാത്ത ചില കഥകളുണ്ട്. സ്വന്തം വീട്ടുകാരുടെ തടങ്കലിൽ നിന്ന് മനുഷ്യനായി കാണാൻ കഴിയാത്തവരുടെ കൂട്ടത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുമ്പോൾ ഒരു അപകടത്തിൽപ്പെട്ടു. അവിടെ നിന്ന് തന്നെ രക്ഷിച്ചതും കരകയറ്റിയതും ഡ്രാഗണാണ്. ഓക്കെ സാർ, അപ്പോൾ സാർ പിന്നീട് ഇതിൽ തുടരാനുള്ള കാരണം എന്താണ്? മനുഷ്യരെല്ലാവരും ഒന്നിച്ചു വാഴുക എന്നതിനു വേണ്ടി ഒന്നിച്ചു പോരാടുന്ന ഒരു കൂട്ടം. തെറ്റാണെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുക, ശരിയാണെങ്കിൽ അതിനുവേണ്ടി ആത്മാർത്ഥമായി പോരാടുക. ഇങ്ങനെയുള്ള ഒരു കൂട്ടമാണ് റെവല്യൂഷണറി ആർമി. സാർ, അപ്പോൾ ഈ ഡ്രാഗന്റെ മകനാണ് മോങ്കി ഡി ലൂഫി. ലോകം കിടുകിട വിറപ്പിക്കുന്ന പൈററ്റുകളിൽ ഒരാൾ. ആ പേര് കേട്ടാൽ തന്നെ ഇപ്പോൾ നമ്മുടെ ഗവൺമെന്റ് പോലും വിറയ്ക്കുന്നുണ്ട്. ഈ മോങ്കി ഡി ലൂഫിനെ കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? ഞാനും എയ്സും ലൂഫിയും സഹോദരന്മാരാണ്. ലൂഫിയെക്കുറിച്ച് പറയാനാണെങ്കിൽ ലോകം ഇന്നേ വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പൈററ്റാകാൻ പോകുന്ന ഒരാളാണ്. ഹി ഈസ് ഗോയിങ് ടു ബി ദ കിങ് ഓഫ് ദ പൈററ്റ്. അപ്പോൾ എയ്സ് താങ്കളുടെ ബ്രദർ ആണെങ്കിൽ എയ്സ് മരണപ്പെട്ട സമയത്ത് താങ്കൾ എവിടെയായിരുന്നു? എയ്സിൻ്റെ മരണവാർത്തയെക്കുറിച്ച് വായിക്കുമ്പോഴാണ് എനിക്ക് എൻ്റെ ഓർമ്മ തിരിച്ചു കിട്ടുന്നത്. സാറിൻ്റെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യരെല്ലാവരും സന്തോഷത്തോടെ ഒന്നിച്ചു വാഴുന്ന ഒരു കാലം. അതാണ് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. സാറിൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് എന്താണ്? ലൂഫി കിങ് ഓഫ് ദ പൈററ്റ്സ് ആവുക. അതാണ് എൻ്റെയും എയ്സിൻ്റെയും ഏറ്റവും വലിയ ആഗ്രഹം. അതിന് ആര് തടയിട്ടാലും അവനെ ഞാൻ ഇല്ലാണ്ടാക്കും. സാറിന് കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടോ? ഒരു തവണ എനിക്ക് എൻ്റെ സഹോദരനെ നഷ്ടപ്പെട്ടു. ഇനി അത് ആവർത്തിക്കാൻ ഞാൻ സമ്മതിക്കില്ല.